പിറ്റേന്ന് തന്നെ ഹവോ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചും മുറിയിലുണ്ടായിരുന്ന മണ്ണിനെ കുറിച്ചൊക്കെ റീത്തയോട് പറഞ്ഞു. താൻ മീരയെ രക്ഷിക്കാനായിട്ട് പാസ്റ്റിലേക്ക് പോയപ്പോ ഒരു പോക്കോങ്ങിനെ കണ്ടു. അതിന്റെ തലയിലെ തുണി ഉണ്ടായിരുന്നില്ല, അതൊരു മൊട്ടത്തലയന്റെ പ്രേതമാണ്. ഈ ഒരു സമയത്താണ് ഒരു മൊട്ടത്തലയൻ നമ്മുടെ നായകനെ നോക്കി വല്ലാത്തൊരു ചിരിയും ചിരിച്ച് അവന്റെ കൺമുന്നിലൂടെ നടന്നു പോകുന്നത്. ഹവോയ്ക്ക് ആദ്യം തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് താൻ സ്വപ്നത്തിൽ കണ്ട ആളാണ്. ഒരു പേടിയോടെയാണെങ്കിലും അവൻ അയാളുടെ പിന്നാലെ ചെന്നു. ഉടനെ തന്നെ അയാൾ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് കരുതി ഹവോ പെട്ടെന്ന് തന്നെ താഴെ കർട്ടൻ അടിയിലേക്ക് നോക്കി. എന്നാ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും തന്റെ തോന്നലല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് ആ കർട്ടൻ എത്രയൊക്കെ മാറ്റിയാലും അവനെ കൊണ്ട് അത് തുറക്കാനേ പറ്റുന്നില്ല. പിന്നെ ആ കർട്ടന്റെ നിറം മാറാൻ തുടങ്ങി. അവൻ എങ്ങനെയൊക്കെയോ ഒരു കണക്കിന് ആ തുണിയൊക്കെ മാറ്റി നോക്കുമ്പോ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന കണ്ണാടിക്കുള്ളിലെ ഒരു മൊട്ടത്തലയൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അയാളെ പിന്നെ കണ്ണാടിയിൽ കാണാനില്ല, മറഞ്ഞുപോയി. പെട്ടെന്നാണ് ഒരു പ്രേതം അവനെ പിന്നിൽ നിന്ന് ഭയപ്പെടുത്തുന്നത്.